ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. വെറും 2 വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള സാമ്പാർ. അപ്പോൾ നമുക്ക് ആദ്യം കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങൾ മുറിച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 പച്ചമുളകും ഒരു സവാളയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് വേവാനുള്ള വെള്ളം. നമുക്ക് ആവശ്യത്തിനുള്ളത് വേവാനുള്ള വെള്ളം വെച്ചിട്ട് ഒരു 3 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് ബാക്കി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാം. ഇനി ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഇത് ഓൾറെഡി ഞാൻ വറുത്ത് വെച്ച തേങ്ങയാണ്. ഈ തേങ്ങയിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ലേശം മഞ്ഞൾപ്പൊടി, ജീരകം ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഞാൻ വറുത്ത് വെച്ച തേങ്ങയാണ്. ഇനി നമുക്കിതൊന്ന് വെള്ളം ചേർത്ത് നമുക്ക് ഇനി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ എൻ്റെ കഷ്ണങ്ങൾ, കിഴങ്ങും സവാളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ വെജിറ്റബിളായ വെണ്ടയ്ക്ക ഇതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെണ്ടയ്ക്ക വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കട്ടെ നമുക്ക്. ഇനി നമുക്കിത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക വേവുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൈയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, ഒന്നും കുഴപ്പമില്ല. ഇതിന് ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത്, അപ്പോൾ നമ്മളെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിപ്പ് റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച്, ചെറിയ പാത്രം ആയതുകൊണ്ട് അടുപ്പത്ത് നിൽക്കില്ല, കുറച്ച് കടുക് ഇട്ട്, അതുപോലെ കുറച്ച് ഉലുവ, ഇതൊന്ന് പൊട്ടി വരട്ടെ. നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിക്കാം. നമുക്ക് ഡയറക്റ്റ് നമ്മൾ സാമ്പാറിലോട്ടുണ്ട് ഒഴിക്കുക. അപ്പം നമ്മളെ ടേസ്റ്റി ആൻഡ് വെരി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി. അപ്പം എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല മണം, വായിൽ വെള്ളം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് സാമ്പാർ. നമുക്ക് ചപ്പാത്തിയും സാമ്പാറും കൂടി ഒന്നടിക്കാം. നല്ല ചപ്പാത്തിയും
ആഹാ, നല്ല സാമ്പാറും. വാവ്. ഇനി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനിയും ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഫുഡുമായിട്ട് ഇനിയും കാണാം. ഓക്കേ.